ഹൈ ഗൈസ്, ഞാൻ പ്രജിത് മോഹനൻ. ഗിസ്പോർട്ട് മലയാളത്തിലേക്ക് സ്വാഗതം. ഒപ്പോ റെനോ 7 സീരീസ് 5G സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ചായി കഴിഞ്ഞു. ഈ സ്മാർട്ട് ഫോണുകളുടെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഇതാണ് ഒപ്പോ റെനോ 7 Pro 5Gയുടെ ബോക്സ്. ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഒരു കറുത്ത ചെറിയ ബോക്സ് കാണാം. അതിനൊപ്പം ഒരു സിലിക്കൺ കവർ ഉണ്ട്. ബാക്ക് കേസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഫോൺ സേഫായി സൂക്ഷിക്കാൻ ഉപയോഗിക്കാം. ഇതാണ് ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോൺ. ഇത് എവിടെ ഇരിക്കട്ടെ. ബോക്സിൽ സിം കാർഡ് ഇജക്ടർ ടൂൾ നിങ്ങൾക്ക് കാണാം. ഒപ്പം യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ് തുടങ്ങിയവയുണ്ട്. ഒരു ചാർജിങ് കേബിളുണ്ട്, ചാർജിങ് അഡാപ്റ്ററും ലഭ്യമാണ്. ഓക്കെ, നമുക്കിനി ഒപ്പോ റെനോ 7 Pro 5Gയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതാണ് ഫോണിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ മുകളിൽ നിങ്ങൾക്കൊരു പഞ്ച് ഹോൾ കട്ടൗട്ട് കാണാവുന്നതാണ്. ഇവിടെയാണ് സെൽഫി ക്യാമറ 32 MB വരുന്ന സെൽഫി ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൽഫി വീഡിയോ സപ്പോർട്ട് ഈ ക്യാമറയിലുണ്ട്. ഒരു EIS സ്റ്റെബിലൈസിങ് സപ്പോർട്ടും ഈ സെൽഫി വീഡിയോകൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.55 ഇഞ്ച് പാനലാണ്. അമോലെഡ് ആണ് ഡിസ്പ്ലേ. 90 Hz റിഫ്രഷ് റേറ്റ് നൽകുന്നുണ്ട്. HDR10+ സപ്പോർട്ടുണ്ട്. ഈ HDR10+ഉം അമോലെഡ് ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് വരുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലേ, വീഡിയോകൾ കാണുന്നതൊക്കെ വളരെ മനോഹരമായി കാണാൻ കഴിയുന്ന തുടങ്ങിയ ഫീച്ചറുകൾ ഈ ഫോണിൽ ലഭ്യമാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് Android 11 സപ്പോർട്ടോടെ വരുന്ന കളർവൈസ് വേർഷൻ 12 ആണ്. അത് ഫോണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംവിധാനം തന്നെയാണ്. ഓക്കെ, അപ്പം പ്രീലോഡ് ആയിട്ടുള്ള നിരവധി ആപ്പുകൾ നിങ്ങൾക്കിതിൽ കാണാം. ജോഷ്, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ളത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് നിർത്താം, അല്ലാത്തത് നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, ഒപ്പോ റെനോ 7 Pro 5Gയുടെ ഡിസൈൻ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ പിൻ പാനൽ. ഓക്കെ, ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഇതിൽ ലൈറ്റ് വീഴുമ്പോഴുണ്ട് ഇതിൽ കളർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമായാണ് ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോൺ വരുന്നത്. 50 MB ആണ് ഇതിലെ മെയിൻ സെൻസർ എന്ന് പറയുന്നത്. പ്രൈമറി ക്യാമറയുടെ സെൻസർ എന്ന് പറയുന്നത് 50 MB ആണ്. അൾട്രാ വൈഡ് സെൻസറുണ്ട്, മാക്രോ സെൻസറുണ്ട്. ഓക്കെ, ഒരു LED ഫ്ലാഷ് യൂണിറ്റും നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂളിൽ കാണാവുന്നതാണ്. ഒപ്പം ഒപ്പോയുടെ ബ്രാൻഡിങ്ങും ഫോണിൻ്റെ ഏറ്റവും താഴെയായി കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി കൺട്രോൾസ് ഒക്കെ നമുക്ക് നോക്കാം. ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അതിൻ്റെ പവർ ബട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തായി വോളിയം ബട്ടൺസും നൽകിയിട്ടുണ്ട്. ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോണിൻ്റെ സിം കാർഡ് ട്രേ എന്ന് പറയുന്നത് അതിൻ്റെ താഴ്വശത്താണ് വരുന്നത്. ഇത് ഡ്യുവൽ സിം കാർഡ് ട്രേ ആണ്. പക്ഷേ മൈക്രോ SD കാർഡിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. മൈക്രോ SD കാർഡിനായിട്ടുള്ള സ്ലോട്ടുകളൊന്നും ഇതിലില്ല. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം 12 GB റാമും 256 GB സ്റ്റോറേജ് സ്പേസുമായി വരുന്ന ഫോണിന് ഒരു മൈക്രോ SD കാർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, USB Type-C പോർട്ട് നമുക്ക് താഴ്വശത്ത് കാണാം. ഒപ്പം ഇതിൻ്റെ സ്പീക്കർ സെറ്റപ്പും ഏറ്റവും താഴെയായി കാണാം. ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വശം നോക്കാം. ഒക്ടാ-കോർ MediaTek Dimensity 1200 Max ചിപ്സെറ്റാണ് ഇതിന് പവർ ചെയ്യുന്നത്. വിപണിയിൽ ലഭ്യമായ ശക്തമായിട്ടുള്ള ചിപ്സെറ്റുകളിൽ ഒന്ന് തന്നെയാണിത്. അപ്പോൾ ആ ഫോണിന് ശേഷി നമുക്ക് ഗെയിമിങ്ങിനടക്കമുള്ള കാര്യങ്ങൾക്ക് വളരെ ശക്തമായ സപ്പോർട്ട് നൽകുന്നൊരു ഫോൺ തന്നെയായിരിക്കും ഇത്. 12 GB റാമാണ് നേരത്തെ പറഞ്ഞിരുന്നു. എക്സ്പാൻഡബിൾ റാം സപ്പോർട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒപ്പം 256 GB സ്റ്റോറേജ് സ്പേസും ഈ ഫോണിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ബാറ്ററി സൈഡ് നോക്കുമ്പോൾ 4500 mAh ബാറ്ററിയാണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട്. നമുക്ക് നമ്മുടെ മറ്റ് അക്സസറീസൊക്കെ ഈ ഫോൺ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും പറ്റും. യാത്ര ചെയ്യുമ്പോഴും മറ്റും അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടെ ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഓക്കെ, ഒപ്പോ റെനോ 7 Pro 5G സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണിത്. ഈ ഡിവൈസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂസ് ചെയ്തതിൻ്റെ ശേഷി അളക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി വിശദമായ റിവ്യൂ ഒക്കെ ആയി പിന്നീട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്